വെഞ്ഞാറമൂട്ടിലെ മാണിക്കോട് മേളയിൽ പോയപ്പോൾ ഇവിടെ ഇതുപോലെ അച്ഛ മൈലാഞ്ചിയുടെ ഒരു സെക്ഷൻ കണ്ടു കേട്ടോ. അപ്പോഴത്തേക്ക് എനിക്കൊരു പൂതി ഉദിച്ചു ഇതുപോലെ ഒരു അച്ഛ മൈലാഞ്ചി ഇടണമെന്ന്. ഇങ്ങനെയൊക്കെ സംഭവം കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് നൊസ്റ്റ് അടിക്കും കേട്ടോ. ഞാൻ പറഞ്ഞ ചേട്ടൻ ഇഷ്ടപ്പെട്ട അച്ഛ തന്നെ ചേട്ടൻ തന്നെ സെലക്ട് ചെയ്തോന്ന്. എന്നെക്കാൾ കൺഫ്യൂഷൻ ചേട്ടൻ ഇത് വേണോ അല്ലെങ്കിൽ ഇത് മതി അല്ലെങ്കിൽ ഇത് വേണ്ട എന്നുള്ള രീതിക്കായിരുന്നു കേട്ടോ. ഓരോന്നായിട്ട് സെലക്ട് ചെയ്ത് ഇതുപോലെ അച്ചിൽ മുക്കി ഇതുപോലെ കയ്യിൽ വെച്ച് തന്നു കേട്ടോ. എനിക്ക് ചുറ്റും കുട്ടിപ്പട്ടാളങ്ങളും വലിയ പട്ടാളങ്ങളും ഒക്കെയാണ് കേട്ടോ. അവരെൻ്റെ കയ്യിലിടുന്ന ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കാൻ ലാസ്റ്റ് ഇതുപോലെ ഓയിലൊക്കെ തേച്ചൊക്കെ കരുന്നുണ്ട്. പിന്നെ ഞാൻ വിചാരിച്ചു ഇതിൻ്റെ മണം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കൊച്ചിലേക്കിനെ ഇങ്ങനെ മണത്ത് നോക്കരുത്, ഇങ്ങനെ വാല് വെച്ച് മണത്തപ്പം എൻ്റെ പൊന്നട അവയെ ഛർദ്ദിക്കാത്തത് ഇത് എന്തൊരു നാറ്റോടെ. ഞാൻ 2-3 പ്രാവശ്യം ഞാൻ ഇങ്ങനെ മണപ്പിച്ചു നോക്കി. ഈ ഒരു മൈലാഞ്ചിയുടെ മണം തന്നെയാണോ അല്ലെ എൻ്റെ കൈയുടെ നാറ്റാണോ എന്ന് ഞാൻ നോക്കുന്നുണ്ട്. എൻ്റെ മോൻ വരെ ഛർദ്ദിച്ചു പോയി. അതിനുശേഷം എൻ്റെ കയ്യിൽ കിടക്കുന്ന കണ്ടുകൊണ്ട് എൻ്റെ അനിയത്തി കുട്ടിക്കും വേണമെന്ന് പറഞ്ഞാൽ അവളുടെ കയ്യിൽ ഇതുപോലെ പൊത്തിക്കൊടുക്കാൻ കേട്ടോ. അപ്പോഴത്തേക്ക് വേറൊരാൾ അവിടെ വന്നു, അയാൾക്കും വേണം ഇതുപോലെ അച്ഛന്ന് പറഞ്ഞിട്ട് അങ്ങനെ അയാൾ തന്നെ സെലക്ട് ചെയ്തതാ ഈ ഒരു അച്ചിൽ എടുക്കാണ്. മെസ്സിയാണ് കേട്ടോ ആൾ സെലക്ട് ചെയ്തത്. അങ്ങനെ നമ്മളെ 3 പേരുടെ കയ്യിൽ അച്ചൊക്കെ പതിപ്പിച്ചിട്ട് ഞങ്ങൾ പോവുകയാണ്. എങ്ങനെയുണ്ട്, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ?